ഇനി 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 പി എസ് പ്രശാന്തിന് ആ പദവിയിൽ തുടരാൻ അർഹതയില്ല. എൻ വാസു ഇതിനകം തന്നെ പ്രതിയായി കഴിഞ്ഞു, മൂന്നാം പ്രതിയായി കഴിഞ്ഞു. ഇപ്പോൾ പി എസ് പ്രശാന്ത് തനിക്കെതിരെ നടത്തിയ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതാണ്. നീക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങളാണ് 2025 സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടതിനെ കുറിച്ച് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. 2024 തന്നെ തുടങ്ങിയ ഒരു ആസൂത്രിതമായ നീക്കം, അത് 2025 സെപ്റ്റംബറിൽ ഈ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ എത്തിക്കുന്നതിൽ വരെ നീണ്ടു എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രശാന്തിന് ഇനി എങ്ങനെ തുടരാൻ കഴിയും? അല്ല മഞ്ജുഷി, പ്രശാന്ത് ഇതിനകത്ത് കുറ്റവാളിയാണെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പുറത്താക്കണമെന്നുള്ള നിലപാടിലുള്ള ആളാണ്. പക്ഷേ കോടതി അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വിധി എഴുതുന്നതിനോടും എനിക്ക് വഴിപ്പില്ല. അയാൾ കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ അയാളെ കണ്ടുപിടിക്കണം, അയാളെ അറസ്റ്റ് ചെയ്യണം, അയാളെ ജയിലിലിടണം. എന്താ തർക്കിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യത്തിൽ. അതുപോലെ എൻ വാസുവിന്റെ വാസുവിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ചെറിയ സംശയമുണ്ട്. അതിലുപരിയായിട്ട് ഈ പറയുന്ന ഈ 1999 അവിടെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണം ക്ലാൺ ചെയ്ത്, ആ ക്ലാൺ ചെയ്ത സ്വർണം പിന്നെ 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് പൂഷണം എന്ന് പറയുന്ന യുക്തി ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു, വേറെ മറ്റൊരു ആർഗ്യത്തിലാണ് തോന്നുന്നു. എനിക്കും അത് മനസ്സിലാകുന്നില്ല. പക്ഷെ എന്നെ ഭയപ്പെടുത്തുന്നതൊന്നുമല്ല. ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ പോലും ഇന്ത്യയിൽ നിന്ന് കടത്തി വിദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിൽ നിന്നുമാണ് അത് ഏറ്റവും കൂടുതൽ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. പിന്നെ ബാലി എന്നൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നത്, പക്ഷെ അതിന് നിജസ്ഥിതികളൊന്നുമില്ല. അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കോടാനും കോടികളാണ്. ഇപ്പോഴും അത്ര തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, പക്ഷെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട കോടതി പരാമർശിച്ച പോലെ ഈ ശബരിമലയിലെ ഇതുപോലെ എന്തെങ്കിലും ഒരു വസ്തു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഫ്രോഡ് അയാളുടെ ചുറ്റുമുള്ള ആരുടെയെങ്കിലും സഹായത്തെ നേരത്തെ പരാമർശിച്ചൊരു കപൂറിനെ പോലുള്ളവരുടെ കയ്യിൽ കൊണ്ടുകൊടുത്ത് ഇത് അന്തർദേശീയ തലത്തിലേക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ തട്ടിപ്പുണ്ടെന്നാണ്. ഒരു ശ്രീ റജി അങ്ങനെയില്ല. അതായത് സുഭാഷ് കപൂർ ഒക്കെ നടത്തിയിരിക്കുന്ന തട്ടിപ്പിന് സമാനമായ തട്ടിപ്പ്. അല്ലല്ല, സുഭാഷ് കപൂറിന് ഇവിടെ പങ്കുണ്ട് എന്നല്ല. സുഭാഷ് കപൂർ എന്ന് പറയുന്ന ഒരു ഈ അമൂല്യമായ വസ്തുക്കൾ, വിലപിടിപ്പുള്ള ആർട്ട് വസ്തുക്കളൊക്കെ അവ കള്ളക്കടത്ത് നടത്തുന്ന ഒരു പ്രധാന കണ്ണിയാണ്. അയാളുടെ തട്ടിപ്പ്, അയാൾ ഏത് രീതിയിലാണോ ഇങ്ങനെ അമൂല്യമായ വസ്തുക്കൾ കടത്തുന്നത്, സമാനമായ രീതിയിലായിരുന്നു സന്നിധാനത്ത് നടന്നിരിക്കുന്നത്. അതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ സുഭാഷ് കപൂർ ഇതിനകത്തുണ്ട് എന്നല്ല. അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ മറ്റാരുടെയോ കയ്യിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുകൊടുത്തു, അല്ല പോറ്റിയുമായുള്ള ഇടപാടാണെങ്കിൽ ഈ പോറ്റിയിലേക്ക് ഇത് കൊണ്ട് എത്തിച്ചു കൊടുത്ത ആരാണ് എന്നുള്ള കാര്യം കൂടി വരുമല്ലോ. അവിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി പോലും പ്രതിക്കൂട്ടിലാകുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഡൂബിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സുഭാഷ് കപൂറിനെ പോലെ എന്നുള്ള ഒരു നിരീക്ഷണം, ഒരു ഉദാഹരണം പറഞ്ഞ കോടതി, ഞാനും തന്നെ പറഞ്ഞത്. അല്ലാതെ സുഭാഷ് കപൂറിനകത്ത് കണക്ഷൻ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ സാധുകൾ ഈസ് ദയർ. ഈ പറയുന്ന രീതിയിൽ എനിക്ക് ഭയമുണ്ട്. കാരണം ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഇവൻ ഇവിടുന്ന് കൊണ്ടുപോയി 31 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സാധനം പൂശാനായിട്ട് പിന്നെ ചെന്നൈയിൽ എത്തിക്കുന്നത്. അപ്പൊ ഈ 40 ദിവസത്തിനുള്ളിൽ ഇതിനിടയ്ക്ക് ഹൈദരാബാദിലാന്ന് പറയുന്നു, ഒരു ഗോവർദ്ധനെ കണക്ട് ചെയ്യുന്നു, പിന്നീട് ഒരു പിന്നെ നമ്മുടെ ബാംഗ്ലൂരിൽ കണക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ പിന്നിൽ ഒരു വലിയ റാക്കറ്റ് ഉണ്ട്. ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തുകൊണ്ട് പകൽ വിളിച്ചു, അല്ലാതെ കണ്ട് അവിടുന്ന് നടത്താൻ പറ്റും. ഉദ്യോഗസ്ഥരുടെ മുകളിലേക്ക് വരൂ, ഭരണസമിതിയിലേക്ക് വരൂ. കാരണം ഇതിനെല്ലാം ഒപ്പിട്ടിരിക്കുന്നത്, തുല്യം ചാർത്തിയിരിക്കുന്നത് ഭരണസമിതിയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം കമ്മീഷണറും ഒക്കെ ഉണ്ട്. അവരിലേക്കും കൂടെ താങ്കൾ വരൂ. എന്താണ് അങ്ങോട്ട് വരാൻ ഭയം? ഇവിടെ പ്രശാന്തിന്റെ പ്രത്യേക താല്പര്യം കൂടി ഇവിടെ നിഴലിക്കുന്ന രീതിയിലാണ്. അല്ല, ഹൈക്കോടതിയിൽ ഈ പ്രശാന്ത് പോയി അപേക്ഷിച്ചതാണല്ലോ എനിക്കെതിരെയുള്ള പരാമർശം നീക്കണമെന്ന്. എന്തുകൊണ്ട് നീക്കിയില്ല? അത് മാത്രമല്ല, അതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവിൽ. താങ്കൾ അത് വായിച്ചു കാണുമല്ലോ എന്തായാലും. വായിച്ചത് തന്നെയല്ല മഞ്ജുഷ്, ഞാൻ പറഞ്ഞത് പൂർത്തീകരിക്കാത്തുള്ള പ്രശ്നമാണ്. കള്ളന്മാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ചരിത്രം ജീവിതത്തില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. മറ്റെന്തും രാഷ്ട്രീയത്തിൽ നമുക്ക് കൊടുക്കാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഇവന്മാർ അടിച്ചെടുത്തിട്ടുണ്ട്, ഇവന്മാർക്ക് എന്തെങ്കിലും പങ്കുണ്ട്. ഈ ഇവൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അത്രയ്ക്ക് ദേഷ്യം കൊണ്ടാ. ഇവരെയൊക്കെ അല്ലാതെ അങ്ങ് സാറെന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? ഇവർ ശിക്ഷിക്കപ്പെടുന്നത് എന്താ തർക്കിരിക്കുന്നത്? പക്ഷെ പ്രശാന്തിന്റെ കാര്യത്തിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കാരണം നമ്മൾ അന്ന് മുതൽ ഡിബേറ്റ് പങ്കെടുക്കുന്നത് എന്താ അറിയോ? പ്രശാന്തിന്റെ അടുത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 40 വർഷത്തെ ഗ്യാരണ്ടി ആയിട്ട് 2019 പിന്നെ ഈ പൂശി എന്നുള്ള വാദം അംഗീകരിച്ച പൂശാൻ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം 40 വർഷത്തെ ഗ്യാരണ്ടി ഇയാൾ കൊടുക്കുകയാണ്. ആര്? ഉണ്ണികൃഷ്ണൻ പോറ്റി. അതൊരു അത്ഭുതമാണ്. ആ 40 വർഷത്തെ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് തനിക്ക് തരണം, താൻ കൊണ്ട് വീണ്ടും പിന്നെ പൂശാന്ന് പറഞ്ഞപ്പോൾ ഇയാളെ കൊടുത്തുവിടുന്നതിൽ സംശയമുള്ളതിന്റെ പേരിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന് നേരിട്ടാണ് കൊടുത്തുവിട്ടത്. അവരുടെ ക്യാമ്പ് ചെയ്തു എന്നുള്ളവരും പിന്നെ അന്വേഷണ ഏജൻസികൾ പറഞ്ഞതാരാ? മാധ്യമപ്രവർത്തകരല്ല. അത് ഈ പറയുന്ന ഈ ചെന്നൈയിലെ ഈ സ്വർണം പൂശുന്ന സ്ഥാപന പറഞ്ഞു.
അതുകൂടാണ്ട് നമ്മൾ അധികം ഡിബേറ്റ് ചെയ്യാത്ത വേറൊരു കാര്യമുണ്ട്. അധികം ഡിബേറ്റ് ചെയ്തറിയോ, അതിന്റെ വക്കീല് ഈ പ്രശ്നം പുറത്തു വന്ന അന്ന് മുതല് ആ വക്കീല് പറഞ്ഞൊരു വാചകമുണ്ട്. അയാൾ പറഞ്ഞൊരു വാചകം എന്താ, ഒരിക്കൽ പൂശിയ ചെമ്പിൽ രണ്ടാമതൊരിക്കലും സ്വർണ്ണം പൂശാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ ഈ സ്വർണത്തിന്റെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ക്ലാഡിയിരുന്ന അതിന്റെ ഡിറ്റോ ഈ പറഞ്ഞ ഫ്രോഡുകൾ ഉണ്ടാക്കി വീണ്ടും ഒറിജിനൽ ചെമ്പാക്കി കൊടുത്തത്. അതെന്തോ മാധ്യമങ്ങൾ മറന്നു പോയിരിക്കുക. അവിടെ മുതലൊരു തട്ടിപ്പാ. അതാ ഞാൻ പറഞ്ഞത്, കൊള്ളയടിയുടെ സമാനതകളില്ലാത്തൊരു വലിയ കൊള്ളയടി ഇന്ത്യ കണ്ട. എന്റെ ഒരു ആത്മസുഹൃത്ത്, ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഡൽഹിയിൽ വിളിച്ചു പറയാ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്ലാൻഡ് റോബറി ആയിരുന്നത്. അതായത് ഉദ്യോഗസ്ഥന്മാരുടെയും കോടിക്കണക്കിന് മനുഷ്യർ ആരാധനയോടെ പോകുന്ന ഒരു ക്ഷേത്രത്തിന്റെ അതിനകത്തൊരു ചെറിയ ഞാൻ പറഞ്ഞ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ പോയി കണ്ടിട്ടുള്ളതെന്നുണ്ടല്ലോ. അതിനകത്ത് ഇവരുടെ എല്ലാം ഒത്യാവശ്യം അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ തിരുപ്പതിയിൽ നിന്ന് അടിച്ചെടുത്ത ഒരു വ്യക്തിയാ, തിരുപ്പതിയിൽ കോടികൾ, അതിന്റെ ശിക്ഷ അയാൾ അനുഭവിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടുന്ന് ഇത് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഏറ്റുമാനൂര് മഹാദേവന്റെ വിഗ്രഹം അടിച്ചുകൊണ്ട് പോയി സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു വിദ്വാൻ 28ാമത്തെ ദിവസം ന്യൂസ് പേപ്പറിന് തുണ്ട് കൊണ്ടിച്ച് അവരെ പിടിച്ചെടുത്തു. അതൊരു വ്യക്തിയാ, ക്ഷേത്രത്തിൽ ആർക്കും ഒരു പങ്കുമില്ല. പക്ഷെ ശബരിമല അതല്ല. ശബരിമല ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു. ഉദ്യോഗസ്ഥന്മാരും ഈ പറഞ്ഞ പോറ്റി തമ്പി, ഇനി ഉദ്യോഗസ്ഥന്മാരല്ല, ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരി. ഞാൻ ഇന്നറിഞ്ഞൊരു വിവരം, അതെനിക്കറിയത്തില്ല, ഏതോ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വാസുവിന്റെ കാലത്ത് ബോർഡ് ഒരു മെമ്പറെ ഇന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും നമ്മളെ ഏതോ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്നുള്ളത് നമുക്ക് അറിയണം. വാസു നിരപരാധിയാണോ അല്ലെങ്കിൽ അപരാധിയാണോ ഇതിനകത്ത് അറിയാതെ ഒപ്പിട്ട് കൊടുത്താൽ, അറിയാതെ ഒപ്പിട്ട് കൊടുക്കാൻ മാത്രം കിട്ടിയാണോ അയാളെന്നുള്ള എനിക്ക് അതൊന്നും പറയല്ലേ, ചുമ്മാ അതൊക്കെ വെറുതെ ആളുകൾ താങ്കളെ തെറ്റിദ്ധരിക്കുന്നത്. ശരി ശരി, അല്ലെ ശരി. നിജേഷ് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവിലും ഉള്ളത്. ഈ PS പ്രശാന്ത് വളരെ സത്യസന്ധനാണ് എന്നൊക്കെയാണല്ലോ പൊതുവെയുള്ള ഇപ്പോൾ റെജിയും അത് പറഞ്ഞു. എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം പ്രശാന്തിന്റെ പങ്ക് എന്തായാലും 2025 സെപ്റ്റംബറിൽ എന്തിനാണ് സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു ഉത്തരവില്ല എന്ന് മാത്രമല്ല, ഈ തട്ടിപ്പെല്ലാം പുറത്തു വരാൻ കാരണവും അത് കയ്യോടെ പിടിച്ചത് കൊണ്ടാണ്. സ്പെഷ്യൽ കമ്മീഷണർ കയ്യോടെ അത് റിപ്പോർട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ പ്ലീസ്. അതായത് പ്രശാന്ത് അത് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറെ വിജിലൻസ് കമ്മീഷണറെ അറിയിച്ചില്ല, അതൊരു തെറ്റ് ചെയ്തു. അത് ക്ഷമിക്കണം. സ്പെഷ്യൽ കമ്മീഷണർ അതെ അതെ, അത് എക്സാക്ട്ലി ഹൈക്കോടതിക്ക് അപേക്ഷ കൊടുത്തു, അത് മാപ്പ് കൊടുക്കുകയും ചെയ്തു ഹൈക്കോടതി. അപ്പൊ പിന്നെ പ്രശാന്തിനെ അങ്ങനെ നമ്മള് പ്രശാന്തിനെ അല്ലല്ല, ഇത് അത് തിരിച്ച് എന്തായാലും അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞു അത് നന്നാക്കാൻ വേണ്ടി നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, അതുകൊണ്ട് നന്നാക്കി കഴിഞ്ഞ് അതിന് തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞത് കൊണ്ട് അതിനുള്ള ഒരു സമയം ഹൈക്കോടതി അനുവദിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാത്തതിന് അത് ഇപ്പോഴും ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന ചോദ്യം വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ റജി ലൂക്കോസ്. ഇതിലുമുണ്ട്. അത് മാത്രമല്ല, ഡ്യൂബിയസ് എന്ന് പറയാൻ കാരണമായിട്ട് ഹൈക്കോടതി പറയുന്നതും